തർക്കിക്കാൻ പറ്റില്ല വക്കീലെ. പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും വിഷ്വലും റെക്കോർഡാണ്. ആൻഡ് യു വർ സ്പീഡിംഗ് അറ്റ് 140 കിലോമീറ്റർ. എന്തായാലും ഓവർ സ്പീഡിംഗ് കുറ്റകരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ ഈ ഭാഗത്തെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങണത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ നല്ല അടിപൊളി ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ്. പക്ഷെ ഒരിക്കലും അല്ല, ഈ ഒരു വാഹനം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഈ വാഹനം ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമായി, എങ്ങനെ കരുവാരകുണ്ടിൽ നമ്മുടെ സഫാരി കാർസിൻ്റെ ബോർഡ് വെച്ച് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനം ലാൻഡ് ക്രൂയിസർ ഇവിടെ എത്തി എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിലുപരി ഈ ഒരു വാഹനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വാഹനം ഏതാണെന്ന് വെച്ചാൽ 2023 ടൊയോട്ട പുറത്തിറക്കിയ ലാൻഡ് ക്രൂയിസർ 300 GXR വേരിയൻ്റ് വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. ഏകദേശം ഇന്ന് കേരളത്തിൽ ഈ ഒരു വാഹനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസ് തന്നെ 2,10,00,000 രൂപ വരുന്നുണ്ട്. ടാക്സ് ഏകദേശം 65 ലക്ഷം രൂപ വരും. ഇൻഷുറൻസ് ഏകദേശം 8 ലക്ഷം രൂപ വരും. ഇതൊക്കെ കൂടെ കഴിഞ്ഞ് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 2,80,00,000 രൂപയുടെ നമ്മുടെ കേരളത്തിൽ വില വരുന്ന ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് സൗദിയിൽ നിന്നും കടൽ കടന്നെത്തിയ ഒരു വാഹനമാണ്. കാരണം സൗദിയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലോട്ട് ഓടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നമ്മുടെ സുഹൃത്ത് കൊണ്ടുവന്ന ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് സൗദിയിൽ ഏകദേശം 1 കോടി രൂപേൻ്റെ ഉള്ളിലും, അതാണ് വലിയ തമാശ. ഏകദേശം ഒരു 75 ലക്ഷം മുതൽ 1 കോടിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ഏകദേശം നിങ്ങൾക്ക് GCC കൺട്രീസിലൊക്കെ ഈ ഇത്തരം വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ ഇരട്ടിയെന്നല്ല, ഇരട്ടിൻ്റെ മുകളിലുമാണ് വില വരുന്നത്. ഇപ്പോൾ നമ്മൾ ലാൻഡ് ക്രൂയിസറിനെ പരിചയപ്പെടുത്തുമ്പോഴേ ഞാൻ പല വീഡിയോയിലും പറയലുണ്ട്, ഓഫ് റോഡിൻ്റെ രാജാവ്, ഓഫ് റോഡിൻ്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ പറയലുണ്ട്. ശരിക്കും ഓഫ് റോഡിൽ ഒരേ ഒരു രാജാവുള്ളൂ, അതാണ് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. 1951 ടൊയോട്ട ആദ്യമായിട്ട് ലാൻഡ് ക്രൂയിസറിനെ ആദ്യ തലമുറ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഒരുപാട് മോഡലുകൾ മാറി. കാരണം ജപ്പാൻ ഗവൺമെൻറ് ആണ് ആദ്യമായിട്ട് ടൊയോട്ടനോട് ഒരു ലാൻഡ് ക്രൂയിസർ ആവശ്യപ്പെടുന്നത്. അതായത് നമ്മുടെ വില്ലീസ് ജീപ്പ് എന്നൊക്കെ ഇൻസ്പയർ ആയിട്ട് ഒരു വില്ലീസ് ജീപ്പ് എവിടുന്ന് അടിച്ചു മാറ്റി കൊടുന്ന് ടൊയോട്ടക്ക് കൊടുത്ത് ഇതേപോലത്തെ ഒരു വാഹനം ടൊയോട്ടനോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. അങ്ങനെ ലാൻഡ് ക്രൂയിസറിലോട്ട് എത്തി 1951 മുതൽ 1967 വരെ പല ടൈപ്പുകൾ മാറി. ജീപ്പായിട്ടും കൺവേർട്ടബിൾ ടൈപ്പായിട്ടും ഒരുപാട് വാഹനങ്ങൾ വന്ന് ചരിത്രം സൃഷ്ടിച്ചൊരു വാഹനം കൂടിയാണ് ടൊയോട്ട ലാൻഡ് ക്രൂയിസർ. അതിനുശേഷം 1967 സ്റ്റേഷൻ വാഗൺ ലുക്കിൽ ആദ്യമായിട്ട് ടൊയോട്ട പുറത്തിറക്കുന്നത്. 1967 മുതൽ 1980 കാലഘട്ടം വരെ ഒരേ ടൈപ്പിൽ വന്നു. അതിനുശേഷം 90 കാലഘട്ടം വരെ ഒരേ ടൈപ്പിൽ വന്നു. 90 മുതൽ 2000 കാലഘട്ടം വരെ ഒരേ മോഡൽ വന്നു. അത്തരം വാഹനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നല്ല റീസെയിൽ മാർക്കറ്റോട് കൂടി ക്ലാസിക് കാറിലൊക്കെ നല്ല റീസെയിൽ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന മോഡലാണ് ടൊയോട്ട ലാൻഡ് ക്രൂയിസറും. അതേപോലെ ലെക്സസും ലാൻഡ് ക്രൂയിസർ പ്രാഡൊക്കെ ആ വിൻറ്റേജ് ടൈപ്പ് വാഹനങ്ങൾക്കും നല്ല റീസെയിൽ മാർക്കറ്റാണ്. അതിനുശേഷം 2007 മുതൽ ഈ വാഹനത്തിൻ്റെ തൊട്ട് മുന്നേ വരെ ഇറങ്ങിയ 2020 വരെ ഇറങ്ങിയ ഒരു തലമുറ വാഹനമുണ്ട്. ആ വാഹനമാണ് ചിലപ്പോൾ ഒട്ടനവധി ആളുകൾക്ക് മനസ്സിൽ ഇപ്പോഴും കൂടിയിരിക്കുന്നത്. ഈ ഒരു വാഹനം ഇറങ്ങിയപ്പോൾ ലാൻഡ് ക്രൂയിസറിനെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ഒരു 75% ആളുകളും ഈ ഒരു വാഹനത്തിനെ ഒരു പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം എൻ്റെ മനസ്സിലും, ഇപ്പം ഞാൻ ലാൻഡ് ക്രൂയിസറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മനസ്സിലും ഈ ഒരു വാഹനം പുറത്തിറങ്ങിയ സമയത്ത് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ലാൻഡ് ക്രൂയിസർ എന്ന ഒരു വാഹനത്തിന് ഒരു രാജാവിൻ്റെ ലുക്ക്, അല്ലെങ്കിൽ ഒരു കൊല കൊമ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മനസ്സിൽ നമ്മൾ കുടിയിറക്കിയ ഒരു സംഭവമുണ്ട് ലാൻഡ് ക്രൂയിസർ. അത് ഈ ഒരു വാഹനം ഇറങ്ങിയപ്പോൾ ഇതൊരു ക്യൂട്ട് ലുക്കൊക്കെ മാറി. പെട്ടെന്ന് കാണുമ്പോൾ ആ ലാൻഡ് ക്രൂയിസറിൻ്റെ ഭീകര ലുക്ക് തോന്നിക്കാത്ത ഷേപ്പിലോട്ട് ഈ വാഹനം മാറി. എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട മോഡൽ ഇതിൻ്റെ തൊട്ട് മുന്നല്ല മോഡലാണ്. അതായത് 2007 മുതൽ 2021 വരെ ഒരു തലമുറയിലാണ് വന്നത്. പക്ഷേ 2007 മുതൽ എന്ന് പറഞ്ഞാൽ 2008 ശേഷം ഷേപ്പുകൾ മാറിയിട്ടുണ്ട്. 12 ശേഷം ഷേപ്പ് മാറിയിട്ടുണ്ട്, 17 ശേഷം ഷേപ്പ് മാറിയിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കേരളത്തിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ ഒരു ട്രെൻഡും പാടെ നിലനിൽക്കുന്നുണ്ട്. 2008 വാഹനം, 2009 വാഹനം, 2010 വാഹനമൊക്കെ ലാൻഡ് ക്രൂയിസർ എടുത്തിട്ട്
ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയും അവിടെ കൊടുത്താൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. 2020-21 ഇറങ്ങുന്ന ലാൻഡ് ക്രൂയിസറിലോട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ടൊയോട്ട ഇന്നോവ ഫോർച്യൂണറൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതേ തരത്തിൽ തന്നെ ഈ ഒരു മോഡൽക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. 2008, 9, 10 വാഹനമൊക്കെ ഈ ഒരു ഷേപ്പിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു പണിയുമ്പാടാണ് ടൊയോട്ട തന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം എല്ലാവരും വളവന്മാരും 2008, 9, 10, 11, 12 വണ്ടി എടുത്താൽ ഫേസ് ലിഫ്റ്റ് ചെയ്താൽ പുതിയ വണ്ടിൻ്റെ ലുക്കായി. കാരണം ടൊയോട്ടയാണ്, ലാൻഡ് ക്രൂയിസറാണ്. ഇനി 2008 ആണെങ്കിലും 2000 മോഡലാണെങ്കിലും വണ്ടി 10 ലക്ഷം കിലോമീറ്റർ ഓടിയാലും യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് എല്ലാവരും ഒരേ മനസ്സുകൊണ്ട് തന്നെ പറയുന്നതും തെളിയിച്ചതുമാണ് ലാൻഡ് ക്രൂയിസർ. അതുകൊണ്ട് തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന ആളുകൾ ഒട്ടനവധി വർദ്ധിച്ചു. ഒട്ടനവധി വാഹനങ്ങളാണ് ഫേസ് ലിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു വാഹനം ഇറങ്ങിയപ്പോൾ ഈ ഒരു മോഡലിക്ക് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2008, 9, 10 വന്നിരുന്ന ലാൻഡ് ക്രൂയിസർ നമ്മൾ എടുത്താൽ ഫ്രണ്ട് ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബോണറ്റ്, 2 സൈഡ് മഡ് ഗാർഡ്, അതേപോലെ ബാക്ക് ബമ്പർ, ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി 2020 മോഡലിക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനം വന്നപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് ഒട്ടനവധി വ്യത്യാസങ്ങൾ അടിപൊളി മാറിയിട്ടാണ് ഈ ഒരു ലാൻഡ് ക്രൂയിസർ 300 പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഷേപ്പിൽ മാറ്റം വന്നു, എൻജിനിൽ മാറ്റം വന്നു, യാത്രാ കംഫർട്ടിൽ മാറ്റം വന്നു. ഇപ്പോൾ ഒരു ക്യൂട്ട് ലുക്കൊക്കെയാണ് ഈ ഒരു വാഹനം വന്നത്. അതായത് മറ്റേ ലാൻഡ് ക്രൂയിസറൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ഗ്രില്ലാണ് വന്നിരുന്നെങ്കിൽ ഇത് വലിയൊരു ഗ്രില്ല് കൊടുത്ത് ഹെഡ്ലൈറ്റ് ചെറിയൊരു ഹെഡ്ലൈറ്റ് കൊടുത്ത് ബമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടനവധി വിശദീകരിക്കണില്ല. കാരണം ഒരുപാട് റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ ഇവിടെ ഫ്രണ്ട് വ്യൂ ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗം കൊണ്ട് തന്നെ നോക്കുമ്പോഴേ ഈ ഒരു ഗ്രില്ലും ടൊയോട്ടൻ്റെ ലോഗോയും ഈ ഒരു ഷേപ്പിൽ നോക്കുമ്പോൾ നമുക്കൊരു ലാൻഡ് ക്രൂയിസറിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ സൈഡ് പ്രൊഫൈൽ കൊണ്ടും നമ്മൾ ബാക്ക് ലുക്ക് കൊണ്ടും നോക്കുമ്പോഴാണ് ലാൻഡ് ക്രൂയിസറിൻ്റെ ആ ഇടുപ്പന്നെ പോയത്. എനിക്ക് ഏറ്റവും ഇതിൻ്റെ ഇഷ്ടപ്പെടാത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകുവശമാണ്. ഈ ഒരു വണ്ടി മുന്നിൽ പോകുമ്പോൾ നമ്മൾ ബാക്ക് പോകുമ്പോഴേ ഞാനിവിടെ ഇപ്പോൾ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ കുറ്റം പറയില്ല കേട്ടോ. നമ്മൾ പഴയ സുമോ ഗ്രാൻഡൊക്കെ ഉണ്ടായില്ലേ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിക്ക് ബാക്ക് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ നമ്മൾ കുറ്റപ്പെടുത്തില്ല, പക്ഷേ ഇതിൻ്റെ ഷേപ്പിലല്ല നമ്മൾ നോക്കേണ്ടത്. ലാൻഡ് ക്രൂയിസർ അന്നും ഇന്നും എന്നും ഇമ്പോർട്ടൻ്റ് കൊടുത്തത് ഓഫ് റോഡ് കരുത്തിന് വേണ്ടിയിട്ടാണ്. അന്നും ഇന്നും എന്നും ലാൻഡ് ക്രൂയിസർ നിലകൊണ്ടിട്ടുള്ളത്. അത് ഇന്നും ഓഫ് റോഡിന് അനുയോജ്യമായ രീതിയിലുള്ള സസ്പെൻഷൻസും കാര്യങ്ങളും എൻജിൻസും ഒക്കെ തന്നെയാണ് ടൊയോട്ട കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വാഹനം V6 എഞ്ചിനിൽ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഈ ഒരു വാഹനം. ഇതിൽ പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എഞ്ചിനൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ടിൻ ടെർബോ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നത്തെ ഇറങ്ങിയ വാഹനങ്ങളിലൊക്കെ വലിയ എഞ്ചിൻസും കപ്പാസിറ്റി കൂടിയ എഞ്ചിനുമായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4, 5 പഴയ ലാൻഡ് ക്രൂയിസറിൻ്റെ കരുത്ത് ഈ ഒരു വാഹനത്തിന് കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ 5, 6 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടുമ്പോൾ ഈ ടിൻ ടർബോ ഒക്കെ കൊടുത്ത് എഞ്ചിന് ഓവറായിട്ട് പണിയെടുപ്പിക്കുമ്പോൾ ഇത് നമുക്ക് കാലങ്ങൾ കഴിയുമ്പോൾ എഞ്ചിന് കംപ്ലൈൻറ്റ് കൂടുതലാവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെക്സസ് വരുന്നുണ്ട്. ലെക്സസ് പറഞ്ഞാൽ ടൊയോട്ടൻ്റെ ലക്ഷറി ബ്രാൻഡായ ലെക്സസിൽ ഇതിൻ്റെ ഇല്ലാതെ എത്രയോ വില 1 കോടി 1.5 കോടി രൂപൻ്റെ മുകളിൽ വില വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3-3.5 കോടി രൂപയോളം വില വരും ഇതിൻ്റെ ലെക്സസ് വേരിയൻറ്റിന്, ലക്ഷറി വേരിയൻറ്റിന്. ആദ്യ തലമുറയിലൊക്കെ ഇറങ്ങിയ ലാൻഡ് ക്രൂയിസർ യാതൊരു വിധ ഇമ്പോർട്ടൻറ്റും യാത്രാ കംഫർട്ടിനോ ലക്ഷറിക്കും ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന ലാൻഡ് ക്രൂയിസറുകളൊക്കെ ലക്ഷറിക്കും യാത്രാ കംഫർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നാട് ഓടുമ്പോൾ നടുവേ ഓടണം, ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാവുന്നു. അത് ഈ ലാൻഡ് ക്രൂയിസർ ഓഫ് റോഡിൽ ഇത്രയും കരുത്ത് തെളിയിച്ച് ഇങ്ങനെ മുന്നേറുന്ന സമയത്താണ്. ഈ സമയത്തല്ല, ഇവർ അന്ന് ലാൻഡ് ക്രൂയിസർ ഇറക്കുന്ന സമയത്ത് തന്നെ ലാൻഡ് റോവർ എന്ന ബ്രാൻഡ് ഈ കളത്തിലുണ്ട്, ഓഫ് റോഡ് കളത്തിലുണ്ട്. അപ്പോൾ അന്ന് അവർ ഇറങ്ങുന്ന സമയത്ത് അവരുടെ ലക്ഷറി ബ്രാൻഡായ റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങൾ ലെതർ സീറ്റും ഒട്ടനവധി ഫീച്ചേഴ്സും സൺറൂഫും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC-യും അതേപോലെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ABS-ഉം കാര്യങ്ങളൊക്കെ വെച്ച് അതേ പഴയ കാലഘട്ടത്തിൽ തന്നെ റേഞ്ച് റോവർ വന്ന് തുടങ്ങിയപ്പോൾ ഇവർക്കൊരു എതിരാളി വന്നപ്പോഴാണ് ഇവരും ഈ ലാൻഡ് ക്രൂയിസറും ലെക്സസും ലക്ഷറി ബ്രാൻഡുക്കും അതേപോലെ യാത്രാ കംഫർട്ടുക്കൊക്കെ മാറിയത്. അപ്പോൾ നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ പറഞ്ഞു പോകുമ്പോഴേ ഏറ്റവും കൂടുതൽ നമുക്കൊരു വ്യത്യാസം കാണിക്കുക ഈ സൈഡ് പ്രൊഫൈലുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകാൻ തന്നെ ഈ ക്വാർട്ടർ ഗ്ലാസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുണ്ടോ വേറെ ഷേപ്പൊക്കെയാണ് ഈ ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റോ കാണികൾ ഞാൻ കൈ ഒന്നിക്കുമ്പോൾ
അടിപൊളി റൂഫ് റെയിൽ SUV ആണെന്ന് വിളിച്ചോതുന്ന രീതിയിലുള്ള തന്നെ റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധം കേട്ടോ, അല്ലെങ്കിൽ ഇതിലേക്ക് ചവിട്ടി കയറാനേ നല്ല ബുദ്ധിമുട്ടേ കയറും. ഇതെങ്ങനെയുണ്ട്, നമ്മൾ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായപ്പെടും. കാരണം സൗദിയിൽ നിന്ന് വന്ന വാഹനമായതുകൊണ്ട് സൗദിക്കാരെ കോസ്റ്റ്യൂം തന്നെ ഇട്ട് ഇറങ്ങിയതാണ്. ഇത് ഒറിജിനൽ സൗദി ടോപ്പാട്ടോ, കാരണം ഞാൻ സൗദിയിൽ പോയപ്പോൾ നമുക്ക് അവിടുന്ന് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പുറകു വശം ഒന്ന് കാണിക്കാം ഞങ്ങളെ. ജസ്റ്റ് പുറകു വശം കാണിക്കുമ്പോൾ ഇവിടെ കൊണ്ടാണ് അടിച്ച് പരത്തി നല്ല ചതുര കട്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ഈ വണ്ടീൻ്റെ ഒരു ബോക്സി ലുക്കിന് മാറി നമ്മൾ പഴയ ലാൻഡ് ക്രൂയിസറിന് ഈ ലാൻഡ് ക്രൂയിസർക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ലാൻഡ് ക്രൂയിസർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ടൊയോട്ടൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു GXR എന്ന് പറയുന്നത് ഇതിൻ്റെ വേരിയൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ ടെയിൽ ലാമ്പ് കാര്യങ്ങൾ ഒക്കെ ഒരു യുണീക്ക് സ്റ്റൈലിലൊരു ന്യൂജൻ ലുക്ക് തന്നെ മാറ്റിയിട്ടാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ റിയർ വൈപ്പർ, സ്പോയിലർ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ടിൻ ടർബോ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങളെ കാണിക്കാനുള്ളത്. പിന്നെ 20 സൈസ് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതാണ് നിങ്ങൾ ഇതിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ, അതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ എയിൽ അങ്ങോട്ട് ചാടിക്കളിച്ച് പോയാലും ഒന്നും പറ്റൂല എന്ന് നമുക്ക് ഈ ഒരു ടയറിൻ്റെ ഈ ഒരു ബോഡിൻ്റെയും ഈ ഒരു സ്പേസ് കാണുമ്പോൾ തന്നെ, ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാണിക്കാനുള്ളത് പെട്ടെന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് കാണിക്കാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അതായത് ഡീസൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് എങ്ങനെയുണ്ട് അതെന്ന് പറയുന്നത്. ടൊയോട്ടൻ്റെ ഇന്നോവ ആണെങ്കിലും ക്രിസ്റ്റ ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും ഇപ്പോൾ ലാൻഡ് ക്രൂയിസർ ആണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വികാരമുണ്ട്. ഡീസൽ എഞ്ചിൻ കേട്ടോ, പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ അത് നമ്മൾ അറിയാൻ പാടില്ല. ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ നമുക്കൊരു ആവേശം കയറാണ്ട്. അപ്പോൾ അതൊക്കെയാണ് ആ ഭാഗം കൊണ്ട് കാണിക്കാനുള്ളത്. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ റിവ്യൂ നിങ്ങളെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആവേശത്തിൽ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പങ്കുവെക്കുക. അപ്പോൾ ഇത് ഡീസൽ എഞ്ചിനാകുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, മൈലേജ് എത്ര കിലോമീറ്റർ കിട്ടും. കമ്പനി അവകാശപ്പെടുന്ന ഒരു 11 കിലോമീറ്ററൊക്കെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. നമ്മളൊരു ഡ്രൈവിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വാഹനം കാണിക്കുമ്പോഴേ ഇതിൻ്റെ ഓപ്ഷൻസും ഫീച്ചേഴ്സും കാണിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം 2.25 കോടി കൊടുത്ത് വാങ്ങിക്കുന്ന വാഹനത്തിൽ ഇത്തരം ഫീച്ചേഴ്സ് എന്തിനാണ് കാണിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടാവും. കാരണം കാരണം ടൊയോട്ട ലാൻഡ് ക്രൂയിസർ ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ നിന്നിരുന്നൊരു വാഹനം പെട്ടെന്ന് ലക്ഷറി സെഗ്മെൻറ്റും അല്ലെങ്കിൽ യാത്രാ കംഫർട്ടൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട് എന്നും പാടെ കാണിക്കുക. കാരണം ടൊയോട്ട ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത് ഇതിൻ്റെ സസ്പെൻഷൻസ്, എൻജിന്, അതേപോലത്തെ കാര്യങ്ങൾക്ക് മെക്കാനിക്കൽ സൈഡിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ യാത്രാ കംഫർട്ടിനും ലക്ഷറിക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്നാണെങ്കിലും ടൊയോട്ട മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം ഒരു സ്റ്റിയറിങ്ങിൽ തന്നെ തുടങ്ങാം. ഇതാണ് നിങ്ങൾ ഒരു വുഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതേപോലെ നമുക്ക് വേണ്ട വോളിയം കൺട്രോള്, സ്റ്റീരിയോ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിൻ്റെ മോഡ് കാര്യങ്ങൾ, അത്തരം ബട്ടൺസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്റ്റിയറിങ്ങിൽ എയർ ബാഗ് കാണാൻ പറ്റും. ഏകദേശം 10-11ഓളം എയർ ബാഗുകളുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിനെ പറ്റി പറയേണ്ട ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. അതേപോലെ ഈ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴേ ഇവിടെ കണ്ടങ്ങൾ നമുക്കിവിടെ വലിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയിൽ നമുക്ക് എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. ഈ യൂട്യൂബും കാര്യങ്ങളും, അതേപോലെ നാവിഗേഷനും, മീഡിയ, അതേപോലെ സെറ്റിങ്സ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ AC ഭാഗം കാണാം. അതേപോലെ ഈ ഒരു മോഡ് കണ്ടെങ്കിൽ ഈ ഒരു മോഡ് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അത് നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോർട്ട് മോഡുണ്ട്, നോർമൽ മോഡുണ്ട്, എക്കോ മോഡുണ്ട്. ഈ ഒരു 3 മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റും. അതേപോലെ ഇത് 4 വീൽ ഡ്രൈവിൻ്റെ ഭാഗങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. H4, L4 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ 4 വീൽ ഡ്രൈവിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ബട്ടണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഇത് പാർക്കിംഗ് ബ്രേക്കിൻ്റെ സംഭവങ്ങളാണ്. ഇത് നമുക്ക് ഇങ്ങനെ പാർക്കിംഗ് ബ്രേക്ക് ഓണാക്കാൻ പറ്റും. അതേപോലെ പ്രസ് ചെയ്താൽ റിലീസാവും ചെയ്യും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഗിയറിൻ്റെ ഭാഗം ഇവിടെ കാണാൻ പറ്റും. ഇതുണ്ടോ, നോർമലി അതൊക്കെ നമ്മൾ മറ്റു വാഹനത്തിൽ കാണുന്ന പോലെ തന്നെയാണ്. അതേപോലെ ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ നമുക്ക് ഒരു ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പണിംഗ് കണ്ടോളിട്ട് ഞങ്ങൾ ഇവിടെ പ്രസ് ചെയ്താൽ ഇങ്ങോട്ടും തുറക്കാം. അപ്പോൾ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് കൂളിംഗ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളമോ എന്തുവാണെങ്കിലും വെച്ചാൽ തണുപ്പിച്ചൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ആൾക്കും ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്താൽ അവിടുന്ന് ഇങ്ങോട്ടും തുറക്കാം. എങ്ങനെ ഉണ്ടാകും കളി? അപ്പോൾ ഡ്രൈവർക്കും ആക്സസ് ഉണ്ട്, അപ്പുറത്തെ പാസഞ്ചർക്കും ആക്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ തുറക്കുമ്പോഴേ ഇവിടെ കൂൾ ബോക്സ് ഓണാക്കാനും ഓഫാക്കാനും ഉള്ള ബട്ടൺ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കൂൾ ബോക്സ് ഓണാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല AC ഫാൻ അടിച്ച് കയറുന്നുണ്ട്. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ അത് ഓഫാക്കി ഇടാം, ഓണാക്കി ഇടാം. അപ്പോൾ അത്തരം ഭാഗങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗം കാണിക്കാനുള്ളത്. പിന്നെ വെൻറ്റിലേഷൻ സീറ്റാണ് വരുന്നത്. അതേപോലെ ഇവിടെ കണ്ടങ്ങൾ ഒരു പിടുത്തം കണ്ടോ, ഇത് മറ്റു SUV വാഹനങ്ങളിലൊന്നും ചിലപ്പോൾ നമ്മൾ അധികം കാണില്ല. ഇവിടെ ഒരു പിടുത്തുണ്ട്, ഇവിടെ ഒരു പിടുത്തുണ്ട്, അവിടെ ഒരു പിടുത്തുണ്ട്. ഇനി പാസഞ്ചർക്കാണെങ്കിലും ഡ്രൈവർക്കാണെങ്കിലും ഇവിടെ പിടിച്ചിട്ടേ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മരുഭൂമിയിലാണെങ്കിലും
ഈ ലാൻഡ് ക്രൂസറിനെ പറ്റിയാണ്ട് ശരിക്കും ഞാൻ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്, റോഡ് എവിടെ അവസാനിക്കുന്നോ അവിടെ തുടങ്ങും ലാൻഡ് ക്രൂസറിൻ്റെ യാത്ര. ശരിക്കും അക്ഷരാർത്ഥത്തിൽ അതിനുള്ളൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മരുഭൂമിയിലൊക്കെ ഞാൻ ഡെസേർട്ട് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ട്. കാരണം നമുക്ക് തോന്നും ഇതിൽ വണ്ടി പോവില്ല, പക്ഷേ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിച്ചാൽ ഇവൻ എയിലും കയറി പോവും. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ ഒരു ഡയലോഗ് ചേർന്നൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി. അതായത് റോഡ് എവിടെ അവസാനിക്കുന്നോ അവിടെ തുടങ്ങും ലാൻഡ് ക്രൂസറിൻ്റെ യാത്ര. നമ്മളെ നാടും മലയും കുന്നും മലയൊക്കെ ഉള്ളതാണ്, ശരിക്കും ഇവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. ഇനി നമുക്കിതിൻ്റെ പുറകെ സീറ്റ്, ഈ ഒരു വാഹനം 7 സീറ്റർ വാഹനം കേട്ടോ. ഇതിൽ 5 സീറ്റർ വാഹനം വരുന്നുണ്ട്. കേരളത്തിലൊക്കെ നമുക്ക് 5 സീറ്റർ വാഹനം അവൈലബിൾ ആണ്. ഈ ഒരു വാഹനം 7 സീറ്റർ വാഹനമാണ്. അത് നമ്മൾ പുറകുവശം കൊണ്ട് കാണിക്കുക. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഈ ലാൻഡ് ക്രൂസറിൻ്റെ വീതി വലിപ്പവും നീളമൊക്കെ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുന്നൊരു സ്പേസ് നമുക്ക് ഉള്ളിലില്ല എന്നുള്ളൊരു ഫീല് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെഡ് റൂമും ലെഗ് റൂമും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു സ്പേസ് കമ്മിയിലെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ AC വെൻറ്റുകൾ, ഇവിടെ തന്നെ AC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സീറ്റും വെൻറ്റിലേഷൻ സീറ്റ് തന്നെയാണ്. അപ്പോൾ പുറകിലിരിക്കുന്ന ആൾക്കും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ലാൻഡ് ക്രൂസർ 300 മോഡൽ, 2023 മോഡൽ. ഇതിൻ്റെ മുന്നത്തെ മോഡലും യാത്ര കംഫർട്ടിനോ അല്ലെങ്കിൽ കമ്മിയുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ സുഖമല്ല, ഓപ്ഷൻസ് ഇല്ല എന്നല്ല കേട്ടോ പറഞ്ഞു വന്നത്. ഇപ്പം ഇറങ്ങിയപ്പോൾ ഒന്നും പാടെ മുന്നത്തെ മോഡലിന് ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബൂട്ട് നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴേ ഇവിടെ ജസ്റ്റ് ഒരു ബട്ടണാണ്, ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 5 പേരാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. ഇത് നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബൂട്ട് സ്പേസിലും ഉണ്ട്. ഇവിടെയും നമുക്ക് ഒരുപാട് ചാർജിങ് പോർട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇതിൻ്റെ ടൂൾസുകൾ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടം കൊണ്ട് നിങ്ങളെ കാണിക്കാല്ലേ. ഈ ബൂട്ട് ക്ലോസ് ചെയ്യാനും ജസ്റ്റ് ഇവിടെ ബട്ടൺ വന്നിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ജസ്റ്റ് ഈ ഒരു വാഹനത്തിനെ പറ്റി നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പെട്ടെന്ന് ഒരുവിധ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു. ഇനി ഇതിൻ്റെ എൻജിൻ റൂം കൂടി നിങ്ങളെ കാണിക്കാം. നമ്മൾ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വരും, പക്ഷേ ഇവിടെ എല്ലാം അപ്പുറത്താണ്. അപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ എൻജിൻ റൂമും പാടെ ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇതുണ്ടോ, ബോണറ്റ് ഓപ്പൺ ആക്കാനും നമ്മളെ ഡീസൽ ടാങ്ക് ഓപ്പൺ ആക്കാനും ഇല്ലേ 2 ഇതൊക്കെ നോർമൽ വണ്ടിയിൽ വരുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഡീസൽ ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ഡീസൽ ടാങ്കിൻ്റെ ഇതിൻ്റെ ഡീസൽ കപ്പാസിറ്റി വരുന്നത് 110 ലിറ്റർ ഇതിൻ്റെ ഡീസൽ പോകട്ടോ. ഡീസൽ ടാങ്ക് കപ്പാസിറ്റി 110 ലിറ്ററാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. മൈലേജ് കമ്മിയാണ്, അപ്പോൾ കപ്പാസിറ്റി മാക്സിമം കൂട്ടുന്നത് എപ്പോഴും നന്നാവും. ഇതിൻ്റെ എൻജിൻ റൂം വാഷ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതാണോ 2 വേ ട്വിൻ ടർബോ എന്നുള്ള ബാഡ്ജിങ്ങോട് കൂടി ടൊയോട്ടൻ്റെ ലോഗോയോട് കൂടി നല്ലൊരു അടിപൊളി എൻജിൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇത് മുന്നത്തെ ലാൻഡ് ക്രൂസറിൻ്റെ അത്ര വലുപ്പമല്ല, വലിയൊരു എൻജിൻ അല്ലെങ്കിലും ഇത് അത്യാവശ്യം മൈലേജും അല്ലെങ്കിൽ പവറും ട്വിൻ ടർബോ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവറൊക്കെ ലഭിക്കുന്ന ഒരു എൻജിൻ തന്നെയാണ് ഈ ഒരു എൻജിന്. ഇത് പിന്നെ അവിടുന്ന് വന്ന ഒരു ആനായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവർ എൻജിൻ റൂം വാഷ് ചെയ്തിട്ടോ സർവീസ് ചെയ്തിട്ടോ ഒന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. ഇത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല. കാരണം ഡ്രൈവ് ചെയ്യണമെങ്കിലും ഇതാക്കണമെങ്കിലൊക്കെ നമുക്ക് ഉൾറോട്ട് കൂടെയൊക്കെ ഓടിച്ചാലും ആരും വന്ന് പിടിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇതിൻ്റെ ലീഗൽ വശം എന്ന് പറഞ്ഞാൽ ഇത് ആരെ പേരിലാണോ കാർനെറ്റ് എടുത്തത് അവർക്ക് മാത്രമേ ഈ ഒരു വാഹനം ഓടിക്കാനുള്ള അധികാരമുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ കോ ഡ്രൈവർ അല്ലെങ്കിൽ 2 ആളെ പേരിലാണ് ഈ ഒരു വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ അനുവാദം എടുത്ത് വന്നിട്ടുള്ളത്. അവർക്ക് 2 പേർക്ക് ഈ വാഹനം ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ നമ്മളത് ഡ്രൈവ് ചെയ്ത് കാണിക്കുമ്പോൾ അതൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആവും. അതുകൊണ്ട് നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വാഹനം ഓടിക്കാനുള്ളൊരു ഫീലും അല്ലെങ്കിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു വാഹനം ഒന്നില്ലെങ്കിൽ കേരള രജിസ്ട്രേഷൻ വാഹനം അല്ലെങ്കിൽ ഇത്തരം GCC കൺട്രിയിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഓടിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തും. അപ്പോൾ GCCയിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും അവിടെ ഉപയോഗിക്കുന്ന അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്പെട്ട വാഹനം നമ്മുടെ കേരളത്തിലോട്ടോ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ടോ കൊണ്ടുവരാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം കൊണ്ടുവന്ന ആളുകളുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ നമ്മളവിടെ പല വാഹനങ്ങളും പ്രീമിയം വാഹനങ്ങളും ഇപ്പോൾ 1 കോടി രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റിയ വാഹനം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വാങ്ങിക്കണമെങ്കിൽ 2.25 കോടി വേണം. അപ്പോൾ നിങ്ങൾ 5 മാസത്തിന് 6 മാസത്തിനൊക്കെ ലീവിന് നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ വാഹനം കൊണ്ട് നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യക്കാരം തീർച്ചയായിട്ടും ഒരുപാട് കമ്പനികൾ എത്തിച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ സംരംഭമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനം നാട്ടിലെത്തിക്കാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്തു തരും. അതിൻ്റെ ലീഗൽ വശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് അന്വേഷിച്ചാൽ അവരതിന് സപ്പോർട്ടീവാണ്. അവർ തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം.
എല്ലാ ഡീറ്റെയിൽസും അതിനെപ്പറ്റി എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതിലുപരി ലാൻഡ് ക്രൂസറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ലാൻഡ് ക്രൂസറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അധികം വൈകാതെ കാണാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്